ഹായ്, ഇന്ന് നമ്മളൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദോശയ്ക്കായാലും ചപ്പാത്തിക്കായാലും നല്ലൊരു കോമ്പിനേഷനാണത്. അപ്പോൾ നമുക്കതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഗ്രീൻ പീസ് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സവാള ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഒരു തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. 2 വെളുത്തുള്ളി അരി ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എളുപ്പത്തിൽ വെന്ത് കിട്ടും. സാധാരണ ഗ്രീൻ പീസ് ആണെങ്കിലും ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കടുക് താളിച്ചെടുക്കാം. കടുക് മുളകും കറിവേപ്പിലിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിന് നമ്മൾ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് തിളച്ച് അതൊന്ന് ചാറൊന്ന് കുറുതായി കിട്ടണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഇപ്പോൾ അതാണ് നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യത്തിന് കൊഴുപ്പൊക്കെ ഉണ്ട്. ഗ്രീൻ പീസും നന്നായി വെന്ത് നല്ല മയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.